ദിവാകര സർ, ഏതാ അവന്റെ കട? അതാണ് സാർ. ആ നിൽക്കുന്നത് പണിക്കാരൻ കുറുപ്പാണ്. മറ്റാളെ കാണുന്നില്ലോ സാർ. ഇവിടെ വാടോ, ഇവിടെ വരാൻ. ഇപ്പൊ വരെ. ഇതാണോ രമേശൻ നായരുടെ കട? അതെ മോനെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇവിടെ പുതിയതായി ചാർജ് എടുത്ത SI ആണെന്ന് മനസ്സിലായല്ലേ? എന്നാൽ ഞാൻ വെറും SI അല്ല, ഞാനാണ് SI ഇരുമ്പൻ ജോർജ്. എവിടെയാടാ രമേശൻ നായര്? ഇല്ല, ഞാനത് പറയില്ല. ആരും അതറിയാൻ പാടില്ല. അജ്ഞാതവാസമാണ് മകനെ. നിബിഡ നിഗൂഢ വനങ്ങളുടെ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്. ഏതവനടാ അത്? അത് നാടക റേസിലാണ് മോനെ. ഈ ഗ്രാമീണ മേള എല്ലാറ്റിനും പിടിച്ചോണ്ട് പാടോ. സാർ, രമേശൻ നായർ എവിടാന്നാ ചോദിച്ചത്? മൂപ്പര് കാലത്ത് വന്നിട്ട് പോയതാ, എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഈ ഇരുമ്പൻ ജോർജ് നിനക്കൊന്നും ശരിക്കറിയില്ല. ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയിട്ടുണ്ടാവും. എങ്കിൽ വിളിയടാ പഞ്ചായത്ത് പ്രസിഡന്റിനെ. ഇവിടുന്ന് വിളിച്ചാ പ്രസിഡന്റ് കേൾക്കൂലേ മോനെ. ആഫീസ് സുമാർ ഒരു മൈൽ ദൂരത്താ. ഇവനാ സാർ നേതാവ്. നാടകം, പാട്ട്, നൃത്തം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി ഈ കവലയെ കിടന്ന് ശബ്ദിച്ച കാച്ചിക്കളയും ഞാൻ. മനസ്സിലായോടാ? മനസ്സിലായി സാർ. എല്ലാവരോടുമായിട്ടാ പറയുന്നേ. പാടോ. എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എന്തിനാണ് അവർ രമേശൻ നായരെ പോലീസ് അന്വേഷിക്കുന്നത്? പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയുക. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം, റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടായാൽ എന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ആരാ പ്രസിഡന്റ്? ഇവിടെ എന്താ ഒരാൾക്കൂട്ടം? ചർച്ചയാണ് സർ. റോഡ് വേണോ കുളം വേണോ, അതാ പ്രശ്നം. ആണോ? ആ. എങ്കിൽ ഞാൻ ഇവിടത്തെ കുളം കലക്കാൻ വന്ന SI ആണ്, ഇരുമ്പൻ ജോർജ്. രമേശൻ നായർ എന്ന മഹാൻ ഇവിടെ ഉണ്ടോ? രമേശൻ നായർ എവിടെയും ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണ് എന്ന് ഞാൻ കേട്ടു. ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രേ? പോലീസുകാർക്ക് കൈമടക്കം കൊടുക്കാറില്ല എത്രേ? സാർ ആ കേട്ടതെല്ലാം നേരാണ്. ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റ് തിരുത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രമേശൻ നായരാണ്. എന്നാൽ ഇന്നു മുതൽ അത് വേണ്ടെന്നറിയിക്കാനാണ് ഞാൻ വന്നത്. ഒരു നാടാകുമ്പോ അവിടെ കളവ് നടക്കും, അടി നടക്കും, കൊലയും ബലാത്സംഗങ്ങളും നടക്കും. അങ്ങനെ കേസ് വരും. അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും. കൂടുതൽ പണം തരുന്നവന് നീതി ലഭിക്കും. ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ. അതുകൊണ്ട് ഇന്നു മുതൽ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും. കൊലപാതകികളെ അവരെ രമേശൻ നായർ പിടിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി? നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും. കുറ്റവാളികളെ പിടിച്ച് അവരെ പോലീസിൽ ഏൽപ്പിക്കും. അവരെ കൊണ്ടൊന്ന് കോടതിയിലാക്കാം. കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം. അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവൽ നിൽക്കാം. അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാ. ഈ രമേശൻ നായർ ആരാ? ദൈവോ? ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. ഓ, കോലമോടൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. സാർ ഒന്നും ചെയ്യില്ല. ഒന്ന് കാണാൻ എന്താ വഴി? ഇന്ന് പ്രയാസ. എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കുക. എന്തിനാ? സന്യസിക്കാനാ? അല്ല, വളരെ നാളായി ആർക്കും പിടികൊടുക്കാതെ ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ. ഇന്ന് അവനെ പിടിക്കും, ഉറപ്പാ. മുട്ടത്തറക്കാരെടുക്കുന്നത് ശാന്തി മുഹൂർത്ത. നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും. ഉറപ്പല്ലേ? മല്ലി 250. രമേശേട്ടാ, പരിപ്പ് 200. ഈയിടെയായിട്ട് ക്ലബിലോട്ട് കാണുന്നേ ഇല്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ചായ 200. ചായ 200. ഗ്രാമീണ മേളയ്ക്ക് 2 ആഴ്ചയുള്ളേ. ആഹാ, നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ ഉടമ്പരേ പൊടി പൊടിക്കുമല്ലേ? ഞാനാ ശ്രീരാമൻ. ദൈവമേ, ഇവ ഹനുമാൻ. ഇന്നു മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്. ഇന്നലെ വരെ. എങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വന്നേക്കാം. ഓ, പിന്നെ സഹദേവ, സംഗതി കലക്കണം. 1ാം സമ്മാനം നമ്മൾ അടിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്ക് അറിയാലോ. അയ്യോ രമേശേട്ട ധൈര്യമായിട്ടിരിക്കുന്നേ. ഞാനല്ലേ ശ്രീരാമൻ. അതാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിട്ട് വരട്ടെ. സാധേവ, നാടകത്തിൽ എനിക്ക് വല്ല വേഷമുണ്ടോ? ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തുപോയി. എന്താ ചിരിക്കണ്? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല. അല്ല, ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം.
ഒരു വാല് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയല്ലോ. ചുക്കുവെള്ളപ്പടി ഒന്ന് കുളപ്പടി ഒന്നേന്ന് ഒന്ന്. ആ വാ 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 സഹദേവനോ? എവിടം വരെ ആയി രാവണിയേട്ടാ? ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഡ്രസ്സ് മൊത്തത്തിൽ ഗംഭീരമായിട്ട്. ഇനി കൈകൈയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ. അത് കുഴപ്പമില്ല. ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ട് നോക്കാം. ഇട്ടു നോക്കാം. ഈ കളറുണ്ടല്ലോ സ്റ്റേജിൽ തിളങ്ങും. കൊള്ളാല്ലേ? ഉം. അസലായിട്ടുണ്ട്. എന്ത് ഡ്രസ്? ഇതാണ് ശ്രീരാമ വേഷം. വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട്. അയോധ്യയിലെ ദശരഥപുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത്. ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട. ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം? എങ്കിലും ഒരു ബ്രേസറൂടെ തയ്ച്ചാടോ ഈ ബ്ലൗസിന്റെ അടിയിലോട്ട് ഇടാൻ? ബ്രേസിനെ സീതയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കണ്ടോടാ, ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. നീ ആരെയാടാ മരങ്ങോടൻ എന്ന് വിളിച്ചത്? മര്യാദയ്ക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. നീ ആരെയാ മരങ്ങോടൻ എന്ന് വിളിച്ചത്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. ആരെയാ നീ മരങ്ങോടൻ എന്ന് വിളിച്ചത്? തന്നെ തന്നെയാ വിളിച്ചത്. വെറുതെ എടുത്തില്ലോടാ അങ്ങനെ. ഇവിടെ, വിളിക്കോ. തുണിയുടെ കാശ് കിട്ടണം. എന്താ ഇത്? ഇവിടെ. ഇടാനാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത് ഇവിടെ. എന്താ ഇത്? ഇത് കണ്ടോ രമേശേട്ടാ, എന്റെ ശ്രീരാമനെ ഇയാൾ സീതയാക്കി. ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു മോന്ത. നീ മുകളിലേക്ക് ഞാൻ അങ്ങോട്ട് വരച്ചല്ലേ. രമേശേട്ട പറഞ്ഞോട് ഞാൻ ഇപ്പൊ പോകുന്നു. രാവണേട്ടൻ പണി നോക്കിയേ. എന്റെ തൊഴിലിനെ പറഞ്ഞാലും ആര് പറഞ്ഞു തൊഴിലിനെ പറ്റി? രമേശൻ വന്നത് നന്നായി. ഇതാണ് എന്റെ കണ്ണ് തെറ്റിയ രണ്ടുപേരും കൂടെ അടിയും പിടിയും ബഹളം. എന്താ ചെയ്യാ? തീർന്നോ? ആ, ഒന്ന് തീർന്നു.